ഭാഗ്യശാലി എത്തിച്ചേർന്നു. എന്താണ് അവിടെ അല്പസമയത്തിനകം എത്തുമെന്നായിരുന്നു നേരത്തെ രാജ്കുമാർ. ശരി, രാജ്കുമാറും വലിയ ആവേശമാണല്ലേ. KL-23 എന്ന് പറയുന്ന ക്രിസ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഏത് സമയം ഇവിടെ എത്തിച്ചേരും. നമ്മൾ അതിന് വേണ്ടി റോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ജയകുമാർ ലോട്ടറി നമ്മുടെ തൊട്ടുപുറകിലാണ്. പക്ഷെ നമുക്ക് കാത്തു നിൽക്കാൻ വയ്യ. അദ്ദേഹം ആ കാറിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഏത് ഭാഗത്തൂടി വരുന്നതെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഒരു അല്ല, രാജ്കുമാർ നേരത്തെ പറഞ്ഞത് ശക്തികുളങ്ങരയിൽ നിന്ന് വരുന്നു എന്നാണ്. രാജ്കുമാർ നേരത്തെ ശക്തികുളങ്ങരയിൽ നിന്നാണ് ദിനേശ് വരുന്നു, ഒരു സുഹൃത്തിന്റെ സഹോദരിയുടെ വിവാഹവുമായി പങ്കെടുത്ത ശേഷം വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെ ഉറപ്പായും അത് കഴിഞ്ഞ് അവിടുന്ന് അദ്ദേഹം നഗരത്തിലെത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞു. പക്ഷെ ഏത് സമയത്തും അദ്ദേഹം ഇവിടെ ലാൻഡ് ചെയ്യും. അതിനുവേണ്ടി എല്ലാവരും കാത്ത് തയ്യാറായി നിൽക്കുകയാണ്. അവിടെ ജയകുമാർ ലോട്ടറീസിന്റെ അവിടെ ചെണ്ടമേളം ഉൾപ്പെടെയുള്ളത് ആയിക്കഴിഞ്ഞു. ഏത് സമയത്തും ഇവിടെ എത്തിച്ചേരും. നമ്മുടെ അയ്യപ്പ ഇങ്ങോട്ട് ക്യാമറ ഇങ്ങോട്ട് വണ്ടി നോക്കണം, എവിടുന്നാ വരുന്നത് നോക്കണം. രാജ്കുമാറിന്റെ ആവേശം കണ്ടപ്പോൾ രാജ്കുമാറിന് ലോട്ടറി അടിച്ചെന്ന് തോന്നുന്നു. ഏത് നിമിഷവും ഭാഗ്യശാലി ഭാഗ്യശാലി എത്തി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരത് ഇപ്പോൾ ശക്തികുളങ്ങരയിൽ നിന്ന് സുഹൃത്തിന്റെ സഹോദരിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ദിനേശ് പൂജ ബെമ്പറിന്റെ 12 കോടി അടിച്ച ദിനേശ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. ആരാണ് ദിനേശ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ ഇറങ്ങുന്നയാളാണോ ദിനേശ് ആണോ രാജ്കുമാർ? ഇതാണോ ദിനേശ്? ഇതാണ് പൂജ ബമ്പർ നേടിയ കരുനാപ്പള്ളി തൊടിയൂർ സ്വദേശിയായിട്ടാണ്. ഇതാണ് എന്നോടൊപ്പം ഉള്ളതാണ്. ഭാഗ്യശാലി എത്തിയിട്ടുണ്ട് കാണുന്നുണ്ട് രാജ്കുമാർ. ഏതായാലും ദിനേശ് റോഡ് മുറിച്ച് കിടന്ന് അപ്പുറത്ത് എത്തട്ടെ. പ്രതീക്ഷ ഞാൻ കരുനാപ്പള്ളിയിൽ നിന്ന് ഈ ലോട്ടറി എടുക്കാൻ വേണ്ടി തന്നെ ഇവിടെ ഇത്രയും ദൂരം വന്നെടുത്തത്. അല്ല, വണ്ടി എടുക്കാം. അങ്ങോട്ട് പോവല്ലേ, അവിടേക്ക് പോട്ടെ. പൂജ ബെമ്പർ വിജയി ദിനേശ് ആണ് ഇപ്പോൾ തത്സമയം കാണുന്നത്. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിയാണ്. ഈ ജയകുമാർ ലോട്ടറി സെന്ററിൽ നിന്ന് 10 ടിക്കറ്റുകളാണ്, പൂജ ബെമ്പറിന്റെ 10 ടിക്കറ്റുകളാണ് ദിനേശ് എടുത്തത്. ഇപ്പോൾ സുഹൃത്തിന്റെ സഹോദരിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് ദിനേശ് ഇപ്പോൾ അവിടെ എത്തിച്ചേർന്ന്. ജയകുമാർ ലോട്ടറി സെന്റർ ഉടമ അടക്കം അവിടെ സ്വീകരിക്കാനെത്തുന്നുണ്ട്. ഒപ്പം തന്നെ നിരവധി ബാങ്കുകളുടെ പ്രതിനിധികളും എത്തിച്ചേർന്നിട്ടുണ്ട്. 12 കോടി അടിച്ച ദിനേഷ് കുമാറിന് 6 കോടിയിലധികം സമ്മാനത്തുക നികുതി അടക്കം പൂമാലയിട്ട് സ്വീകരിക്കുകയാണ്. അവസാനം നമ്മളെല്ലാം കാത്തിരുന്നത് ഭാഗ്യശാലി എത്തി. എന്ത് പറയുന്നു ദിനേശ്? വളരെ സന്തോഷമുണ്ട്. ഇന്നലെ തന്നെ അറിഞ്ഞായിരുന്നു. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വിവാഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ നേരെ ഇങ്ങോട്ട് പോയിരുന്നത്. എത്ര നാളുകൊണ്ട് ദിനേശ് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു? കേട്ടില്ല. എടുക്കുന്ന ശീലം? ലോട്ടറി ഞാൻ ബമ്പർ സ്ഥിരമായിട്ട് എടുക്കും. ചെറിയ ടിക്കറ്റുകളൊന്നും എടുക്കാറില്ല. അല്ല, ഇവിടുന്ന് ആദ്യമായിട്ട് എടുക്കുന്നത്. സാധാരണ എത്ര ലോട്ടറി ടിക്കറ്റ് എടുക്കാറുണ്ട് ബമ്പർ? ഞാൻ സാധാരണ DC ഇട്ട് ബുക്കാച്ചി എടുക്കുന്നത്. 10 ടിക്കറ്റ് ചേടാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി റേറ്റ് കുറച്ച് കിട്ടും. എന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഓരോന്നോരോന്ന് കൊടുക്കാം. ഇത്തവണ എത്ര ടിക്കറ്റ് എടുത്തേ? 10 ടിക്കറ്റ്. ഇവിടുന്ന് മാത്രമേ എടുത്തുള്ളൂ. ആദ്യം സമ്മാനം അടിച്ചപ്പോൾ എന്താ തോന്നിയത് അറിഞ്ഞപ്പോൾ? ആദ്യം ഇത് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നത് അടിക്കുമെന്നുണ്ടായത്. ഇവിടെ അറിഞ്ഞത് ഇന്നലെ ഈ റിസൾട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് മൊബൈലിൽ തന്നെ നമുക്കത് സ്കാൻ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് നമ്മുടെ സുഹൃത്തിൻ്റെ മോടെ കല്യാണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. വളരെ സന്തോഷം തോന്നി. നേരത്തെ 50,000, 10,000 അങ്ങനെയുള്ള ചെറിയ ചെറിയ സമ്മാനം കഴിച്ചിട്ടുണ്ട്. ബമ്പർ നേരത്തെ ഒരു കരുനാപ്പള്ളി ചുങ്കത്തി അവിടുത്തെ സ്റ്റാഫിന് അടിച്ചതിൻ്റെ തൊട്ടടുത്ത നമ്പറിൽ നിന്നാണ് 2019 നമ്മുടെ ഒരു 12 കോടി രൂപ അതിൽ തൊട്ടടുത്ത നമ്പറിൽ നിന്നാണ് നഷ്ടപ്പെട്ടത്. അത് ശ്രീമുരുക ലക്കി സെൻ്ററിൽ നടന്ന്
ആ ടിക്കറ്റ് എടുത്തത്. നാട്ടിലാരും പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. സുഹൃത്തിൻ്റെ പെങ്ങളുടെ കല്യാണമായിരുന്നു. അന്നേരം ഇതിനെക്കാട്ടിലും എനിക്ക് അതായിരുന്നു ഏറ്റവും വലിയ കാര്യം. അല്ല, അവരോട് ഒന്നും ഞാൻ പറയാതെ ഇപ്പം പോയിരുന്നു. വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാര്യയും മക്കളൊക്കെ ഇപ്പോഴാണ്, ഇന്ന് രാവിലെയാണ് അവരോട് പറഞ്ഞത്.